അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ഫിർസത്തു സഹോദരിമാർ, ഞങ്ങൾ ഈ പഠിച്ച് മനസ്സിലാക്കി വന്ന ഒരു ഈ എപ്പിസോഡിൽ ഈ വന്ന ഇതിന് മുന്നോട്ട് കഴിഞ്ഞു പോയ ഒരു എപ്പിസോഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയത് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ടാക്കിയ ഒരു ഹദീസ്. അതായിട്ട് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്യുന്നതമായിട്ടുള്ള ഒരു വസിയത്ത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്നുള്ളതായ ഇതായത് ഈ മൂന്ന് വിഷയം ഞങ്ങൾ ജീവിതത്തിൽ പാലിക്കാറുണ്ടായെങ്കിൽ ഞങ്ങൾ അള്ളാഹുടും സൃഷ്ടികർത്താവായ അള്ളാഹുടും സൃഷ്ടിയായിട്ടുള്ള ജീവിജന്തു എല്ലാത്തും ഹുക്കൂക്കൂടെ ഞങ്ങൾ പൂർത്തീകരിച്ചാണ്ടായിട്ട് ഈ ഹദീസിൽ മനസ്സിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മനസ്സിലാക്കി പഠിച്ച കുറേ വിഷയം മനസ്സിലാക്കുക. ഇനി ഞങ്ങൾ ഈ എപ്പിസോഡിൽ പഠിക്കുന്നത് ഈ പഠിച്ച ഹദീസിലോ ഫവായിദ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലോ ഇതിൽ കിട്ടുന്നതായ നമുക്ക് കുറേ ഫവായിദുണ്ട്. അതായിട്ട് ഒന്നാമത്തെ ഫായിദ ഞങ്ങൾ മനസ്സിലാക്കുള്ളത്, ഞങ്ങൾ തഖ്വ ചെല്ലതിരോ ഈ തഖ്വ വാജിബായിട്ട് കിട്ടുന്നത് വുജൂബു തഖ്വ അല്ലാഹി അസ്സ വജല്ല ഹൈസുമാ കാന ഇൻസാൻ മനുഷ്യ എവിടെന്നെങ്കും ಅವನು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತആലയുടെ തഖ്വത്തോ അവൻ നിർബന്ധമായിട്ടും പാലിച്ച് നടക്കും ചെന്തായിട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖില്ല ചെന്തായിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൽപ്പിച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കണം. ഓർഡർ ആക്കിയിട്ടുള്ളൂ, ഇത്തഖിൽ നീ പേടിക്കോണുണ്ട്, നീ അള്ളാഹു സൂക്ഷിക്കോണുണ്ട്. അതായിട്ട് വുജൂബു തഖ്വ അവിടെ തഖ്വ വാജിബായിട്ട്. അപ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യ അവನು ഏതോ സന്ദർഭത്തിൽ നിന്നും അവൻ്റെ ഒരു എങ്ങനത്തെ അവസ്ഥയിൽ നിന്നും അവನು തഖ്വത്തെ പാലിച്ച് ജയിക്കണവനായിട്ട് പാലിക്കണവനായിട്ട് ഇരിക്കണം. എന്നായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പടിമാറ്റി തന്നെ ഫായിദ കാണും. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത ചെന്ത് ഈ പദത്തിൽ അതായിട്ട് ഈ തഖ്വ ചെന്നതിന് ഞങ്ങൾ താരിഫ് ഓർത്ത് അത് എന്തൊരു ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ വാജിബാത്തൊരു അവാമിർ, അതായത് അള്ളാഹു കൽപ്പിച്ചത് അവൻ്റെ കൽപ്പനത്വം ഞങ്ങൾ എന്താക്കണം അനുസരിക്കണം, അതിൽ ഞങ്ങൾ ഫോളോ ആക്കണം. പിന്നെ ഇട്ടിട്ട് അള്ളാഹുടെ മാസിയത്ത് അള്ളാഹു നമുക്ക് ഞങ്ങളെ തടഞ്ഞ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ വിട്ടു നിൽക്കണം. ചില മൻഹിയാത്തുണ്ട് അള്ളാഹു തടഞ്ഞത്, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. നിങ്ങൾ റിബ ആക്കോത്തീര, നിങ്ങൾ ബഡ്ഡിയുടെ കാസിൽ കോത്തീര, ബഡ്ഡിയിൽ ബഡ്ഡി ചെല്ലുന്ന ഇടപാടത്തിൽ കൂട്ടത്തീര, അതേപോലെ കലവ് ചെല്ലുത്തീര, അഗസ്റ്റ് ചെതി കാണിക്കൊത്തീര. ഇങ്ങനത്തെ കുറേ മൻഹിയാത്തുണ്ട്. ജിന കണ്ട അൻറ്റെന്ത് ജിനത്തെ മുട്ട പോണ്ട ഒല തക്രബു ജിന ചെന്ന് അള്ളാഹു അതായത് നിങ്ങൾ ജിനത്തെ മുട്ടും പോകേണ്ട ചെന്തായിരിക്കും അള്ളാഹു വഴി പറ്റും. അപ്പോൾ ഇങ്ങനത്തെ മൻഹിയാത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും തഖ്വത്തെ ഒരു ഭാഗമായിട്ടിരിക്കണം. ഇന്നൊരു ചോദ്യം വരും, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ടിരിക്കണം. അതായത് ഈ തഖ്വ ചെല്ലത് ഞങ്ങൾ വാഹിരിയായിട്ട്, അതായത് എല്ലാവരും എതിരും പ്രത്യക്ഷത്തിലും ഞങ്ങൾ എന്താക്കുന്നത് ഇദ്ഹാറാക്കുവാനാണ്. എനിക്ക് കുറച്ച് ചോദ്യമുണ്ട്. ഇത് ഇദ്ഹാറാക്കുക ബെറ്ററാ അഫ്ദല അല്ലെങ്കിൽ അത് ഇസ്രാർ, അതായത് അത് ആരും ഇല്ലാത്ത സന്ദർഭത്തിൽ അത് പാലിക്കുന്നത് ബെസ്റ്റാണ്. ഇപ്പോൾ ഇതിക്ക് രണ്ട് ഉത്തരവുണ്ട്. ഒന്നാമത്തെ മനസ്സിലാക്കുന്നു ഈ വാഹിർ ഈ പ്രകടമാക്കേണ്ട അവസ്ഥ എങ്ങനെ ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ അതിൽ മൻഫിയത്ത് അതിലൊരു മസ്ലഹത്തിക്കും അതിൽ നമുക്ക് ചുമ്മാ അതിൽ ബെനിഫിറ്റ് ഇരിക്കും ഞങ്ങൾ വാഹിർ പ്രത്യക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ജോബ് ഓഫർ എടുത്ത് അതിൽ ചിലപ്പോൾ ആരെങ്കിലും മുട്ടുള്ള ഒരു മുസ്ലിമായിട്ട് സഹോദരന്മാർ, അപ്പോൾ അതിൽ ചിലർ കണ്ടീഷൻ നല്ല സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സംഭവം ഇല്ല അതിൽ ഉണ്ട് ആ സ്വരത്തിൽ ആ ജോബിൽ. അപ്പോൾ അവിടെ ഒരു കണ്ടീഷനായിട്ട് ഹറാമായത്. ഉദാഹരണത്തിന് താടി പരിക്കോൺ ചെന്ന് അത് ഹറാമായിട്ട് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അതിൽ വിരോധിച്ചതും താടി പരിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു വെറുക്കപ്പെട്ട ഒരു വിഷയമായിട്ട് കിട്ടും, അത് തടഞ്ഞ വിഷയമായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനത്തെ അവിടെ പറയുമ്പോൾ ഞങ്ങൾ എന്താക്കണം, അപ്പോൾ ഞങ്ങൾ ആ സ്വരത്ത് ഞങ്ങൾ ക്യാൻസൽ ആക്കണം, ഞങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം. എന്തൊക്കെ എന്താ ഈ തഖ്വത്തെ ഞങ്ങൾ ഇദ്ഹാറാക്കണം അവിടെ. അല്ലെങ്കിൽ ഒരു റിബ ഒരു ബഡ്ഡി എടുക്കുന്ന ഒരവസ്ഥ, അപ്പോൾ ഈ ബഡ്ഡിയിൽ നിന്ന് ഞങ്ങൾ എടുക്കില്ല ചെന്നവിടെ ഏലാനാക്കണം, ആൾമാർക്ക് അവിടെ പ്രത്യക്ഷത്തിൽ കാട്ടണം. അപ്പോൾ ആൾമാർക്ക് അത് ബോധ്യപ്പെട്ടു അതിൽ ചിലപ്പോൾ മൻഫഅത്തിക്കും, ആൾമാർക്ക് അത് ഗൊന്തായി കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ അങ്ങനത്തെ ഈ അവസ്ഥയിൽ അതെന്താ കൊടുത്തെങ്കിൽ ഇത് അഫ്ദലായിട്ട് ഇനിയല്ല അതിലെന്തോ ഒരു ഫായത ഇല്ല, നമുക്കത് ആവശ്യകത ഇല്ല ആ പ്രത്യക്ഷത്തിൽ. അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രാറായിട്ട് ബെറ്റർ. ആരുമില്ലാത്ത സന്ദർഭത്തിൽ ഞങ്ങൾ തഖ്വ പാലിക്കുന്നതും നാൾ മതിലിക്കുമ്പോൾ ഒരു മനുഷ്യ ഇല്ലാത്ത അവസ്ഥയ്ക്കുമ്പോൾ ഞങ്ങൾ തഖ്വ പാലിക്കുന്നതും ബെസ്റ്റായിട്ട് അതായിട്ട് ഉത്തമ ചെന്ത് പണിത പറഞ്ഞ പടിപാട്ടി കാണണ്ട. ജന്നാമത്തെ ഫായിദായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജന്നാമത്തെ ഭാഗം ചെന്ന് അത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ ഞങ്ങൾ. അപ്പോൾ ഇത് ഈ ജന്നാമത്തെ ഭാഗം നമുക്ക് ഒരു ഫായിദ കിട്ടിയത് ഈ നന്മ ഹസനത്ത് എന്താക്കരുത് യുദ്ഹിബിന സയ്യാത്ത് ബെടക്കളത് പോവാട്ടുണ്ട്. ഞങ്ങൾ ജീവിതത്തിൽ യാറ് ഹസനത്ത് ആക്കേണ്ടത് ഞങ്ങനെ മുന്നോട്ട് കഴിഞ്ഞു പോയി ഞങ്ങളുടെ പാപങ്ങൾ അള്ളാഹു എല്ലാം മാഫാക്കി തന്നില്ല, പുറത്തു തന്നെ ചിന്തയിരിക്കുന്നത് മനസ്സിലാക്കില്ല. ജന്നാമത്തെ ഫായിദ. ഇനി മൂന്നാമത്തേത്
ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫദ്ലുല്ലാഹി ഫദ്ലു അസ്സ വജല്ല അലൽ ഇബാദ്, അള്ളാഹുടെ അടിമമാരുടെ മേലുള്ളതായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഫദ്ൽ, അവൻ്റെ ഫദ്ൽ ഭയങ്കരമായിട്ട് സഹോദരന്മാരെ നോക്കൂ. ഞങ്ങൾ ഇനി ഈ ജന്നാമത്തെ പഠിച്ച ഞങ്ങൾ മനസ്സിലാക്കി വേണ്ടിക്കട അള്ളാഹു അസ്സ വജൽ ಅವನು ಕುರಾನ್ ಚೆಂದ ಹಿಡಿಕರ ಒಂದು ಜಾಬಿಲ್ ಹಸನತಿ ಆರೆಂಗೆ ಓಡ್ತಾ ಅವ್ರು ಹಸನತ್ ಕೊಂಡು ಬಂದಂಟಾಂಗ ಅವನಿಗೂ ಫಲವ ಅಶ್ವ ಅಮಸಾಲಿಹ ಅವನಿಗೂ 10 ಇರಟಿ ಹಿಡಿಕರ ಅಲ್ಲ ಕೊಡ್ಕರದು. പിന്നെ ആരെയും ഒരു തപ്പ് കൊണ്ട് ബന്ധമുണ്ടായെങ്കിൽ അവൻ അതേപോലെ അതേ മിസ്ലു ചെന്നെങ്കിൽ അതേ ഈക്വലായിട്ട് ഒരു തപ്പാക്കി ഒരു ശിക്ഷ ഇരിക്കുക, അതിക്ക് സമാനമായിട്ടുള്ള ശിക്ഷ അല്ലാഹ് കൊടുക്കുക ചെന്നിട. നമുക്ക് അള്ളാഹുടെ ഫضലായിട്ടിക്കട് ഞങ്ങൾ നീതിക്ക് മണക്കുന്നുണ്ടായി, ഞങ്ങൾ തിരിഞ്ഞിട്ട് നീതിക്ക് ഒരു ജസ്റ്റിസിക്ക് നോക്കുന്നുണ്ടായെങ്കിൽ ഒരു നന്മ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിക്ക് ഞങ്ങൾ ഒരു കൂലി ഒരു ഇപ്പോൾ ഉദാഹരണം ജോബ് ആക്കുമ്പോൾ സ്വറാക്കുമ്പോൾ ഞങ്ങൾ എത്ര പണിയാക്കണം അതനുസരിച്ചിട്ട് നമുക്ക് അതിൽ പ്രതിഫലം കിട്ടും, ഈ സവാബ് കിട്ടും, ಅದಕ್ಕೆ റിവാർഡ് കിട്ടും. അപ്പോൾ അള്ളാഹു ഹസനത്താക്കുമ്പോൾ നമുക്ക് നേരിട്ട് നീതിയുടെ അടിസ്ഥാനപ്പെടുത്തി നോക്കുന്നുണ്ടെങ്കിൽ ഐക്യം നോക്കുന്നുണ്ടെങ്കിൽ ಅದರ വ്യൂಲು അപ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹസനത്തിക്ക് ഒന്നായിട്ട് നമുക്ക് തരണമായത് മാത്രം റബ്ബുടെ ഫضലായിട്ട് നമുക്ക് ഇരട്ടി അതിൽ ഇദാഫത്തായിട്ട് ഡബിൾ ആക്കിയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു മുഅ്മിനിന്റെ മേൽ ഫضൽ കൊടുത്ത 10 എടുക്കുക ഒരു നന്മ ആക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അള്ളാഹുടെ ഇത് ഒരു വലിയ ഫضലായിട്ട് സഹോദരന്മാരെ അത് നമ്മൾ മനസ്സിലാക്കി വേണം. അപ്പം ಅದಕ್ಕೂ ನಂಗೆ ಅಲ್ಲಾಹು ಶುಕ್ರಾಕು ಶುಕ್ರ್ ಚೆಂದಂಗೆ ರಬ್ಬು ಸುಬ್ಹಾನಹು ತಾಲ ಅನುಗ್ರಹಿಸಿದಾಯ ಅನುಗ್ರಹತ್ತೋ ನಂಗೆ ರಬ್ಬುಡೋ ಅನುಸರಣೆಯಲ್ಲಿ ನಂಗೆ ಇದು ಶುರುತು ಚೆಲ್ಲ ಶುಕ್ರು ಪಂಡಿತಮಾರು ಕಾಟ್ರದು ನಂಗೆ ಅದು ಪಂಡಿತಮಾರು ಚೆಲ್ಲದಂಗೆ ಕಾಣ ಪದೈಟಿಕ್ಕೆ ಅದ್ಲು ಬೆಚ್ಚದೈಟಿಕ್ಕೆ ಅಲ್ಲಾಹು ತನ್ನ ನೇಮತ್ತು ಅವನ ಅನುಸರಣೆಯಲ್ಲಿ ನಂಗೆ ಎಂದಾಕೊಂಡು ಯೂಸ್ ಹಾಕೊಂಡು ಉದಾಹರಣೆ ಕಣ್ಣು ನಂಗೆ ಹರಾಮಿಗೆ ನಂಗೆ ಯೂಸ್ ಹಾಕೋತೀರ ಅದೇ ಅಲ್ಲಾಹುಡ ಅನುಸರಣೆಗೆ ಅಲ್ಲಾಹು ನಂಗೆ ಕಲ್ಪಿಸಿದಾಯ ಅಲ್ಲಾಹು ಇಷ್ಟಪಟ್ಟ ಸಾಮಾನ್ತ ನಂಗೆ ಯೂಸ್ ಹಾಕೊಂಡು ಇಷ್ಟಪಟ್ಟ ವಿಷಯത്തിൽ ನಂಗೆ ಯೂಸ್ ಹಾಕೊಂಡು ಅದೈಟಿಕ್ಕೆ ಅಲ್ಲಾಹು ಶುಕ್ರ್ ನಂಗೆ ಕಾಟ್ರದು അങ്ങനത്തെ ചില വിഷയം അതിൽ ഉൾപ്പെട്ട്. പിന്നെ ആയിട്ട് നമുക്കൊരു ഈ വിഷയത്തെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരും. അതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെന്ന് ഒരു ಬೆಳಕು പണിയാക്കി അതിന് മുതുക്ക് നീ എന്താക്ക് ഒരു ഹസനത്ത് നീ ഫോളോ ആക്ക്, അത് നിൻ്റെ മായ്ച്ചി കലയിടുന്നുണ്ട്, നീ നാക്കിയ തപ്പിടോ മായ്ച്ചി കലയിടുന്നുണ്ട്, അത് ഇരസാക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, ഞങ്ങൾ ഒരു ಬೆಳಕು പണിയാക്കിയ നെക്സ്റ്റ് ഒരു ഹസനത്ത് ആക്കുമ്പോൾ ഞങ്ങൾ നീയത്താക്കണ, അതായത് ഞാൻ ആക്കണോ ഈ ഹസനത്ത് ഈ നല്ല സ്വറ അത് ഞാൻ ഇതിന് മുന്നൂലാക്കിയ ഈ ಬೆಳಕು സ്വരത്തോ ഈ സയ്യാത്തോ മായ്ച്ച് കലയൊന്ന് ചെന്ന് അങ്ങനെ നീയത്ത ഷർത്താവിട, അത് ഷർത്തായിട്ട് തീരുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. അതായത് നീയത്ത് ചെല്ലത് നീയത്ത് ഷർത്തായിരിക്കും ഏതോ ഒരു പ്രവർത്തിക്ക് ഇന്നമേലെ ആമാലും പിന്നെ നീയത്തല്ലേ ഏതോ ഒരു പ്രവൃത്തിയും അത് നീയത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് അതൊരു പ്രതിഫലം കിട്ടും. ആരും എന്തോ പ്രവർത്തിച്ചെങ്കിൽ അവൻ്റെ നീയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിക്കൊള്ളത് പ്രതിഫലം ಅದಕ್ಕೆ റിസൾട്ട് അത് റിവാർഡും ഉള്ളത്. അതായത് പണ്ഡിതന്മാർ അതൊരു കായിക അൽ ഉമൂർ ബി മഖാസിദിഹ, എല്ലാ വിഷയവും ಅದರ മഖ്സദിനനുസരിച്ചിട്ടായിട്ട് അതിക്കുള്ള ಅದರ റിസൾട്ട് അങ്ങനെ. അപ്പോൾ ഊടെ ഞങ്ങൾ മനസ്സിലാക്കണം ಇದಕ್ಕೆ നീയത്ത് ഷർത്താവോടെ ഒരു ക്വസ്റ്റ്യൻ നിൽക്കും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കണം പണ്ഡിതന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ചെന്നത് ഇതിക്കുള്ളതായ മറുപടി ആയിട്ട് ഇല്ല, അവിടെ നീയത്ത് ഷർത്താവില്ല ചെന്നതായിട്ട് നീയത്ത് ഷർത്താവില്ല ചെന്നതായിട്ട് സഹിയായ ഒരു അഭിപ്രായം ചെന്നെങ്കിൽ എന്നെ ഒരു മുജർദ് ഒരു ജസ്റ്റ് ഒരു ഹസനത്ത് ആക്കണമെങ്കിൽ അത് ಬೆಳಕು പണി എന്താക്കി ചെന്നെങ്കിൽ അത് മായ്ച്ച് കലയിട ചെന്ന് അത് നമുക്ക് മനസ്സിലാക്കാം അത് അള്ളാഹുടെ റഹ്മത്തിൽ ഭാഗമായിട്ട് ചെന്നില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെന്ന റഹ്മത്ത് അള്ളാഹുടെ അർസത്തോ മുങ്ങർന്ന് പോയി റഹ്മത്ത് കരുണ്യം മുങ്ങർന്ന് പോയിട്ട് ചെന്നതായിരിക്കും, എതിർ പോയിട്ട് സബക്കത്ത് അത് എതിർ കഞ്ഞു പോയിട്ട് ചെന്നതായിരിക്കും. അപ്പോൾ അള്ളാഹുടെ റഹ്മത്ത് വിശാലമായിട്ട് റബ്ബുടെ റഹ്മത്ത് കരുണ്യ വിശാലമായിട്ട്. അപ്പോൾ അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ്റെ കരുണ്യ കൊണ്ടിട്ടു അവನು ഈ ഹസനത്ത് കൊണ്ടിട്ടു ഞങ്ങൾ ഇതാക്കിയ പല തപ്പിടും അള്ളാഹു മാഫാക്കി തന്നെ ഉണ്ടായിട്ട് ശരിയായ ഒരു ഇതിലെ ഉത്തര അള്ളാഹ്. പിന്നെ ഇന്ന് നാലാമത്തെ ഫായിദായിട്ട് നമ്മൾ മനസ്സിലാക്കുള്ളത് അൽ ഹസ്സു അലൽ മുഖാലഖത്തി നാസി ബി ഖുലുഖിൻ ഹസൻ. അതായത് ഇതിലൊരു ഈ ഹദീസിൽ പ്രേരണയുണ്ട്, ഒരു എൻകറേജ്മെൻ്റ് ഉണ്ട്. ആൾമാരൊട്ടിಗೆ മനുഷ്യന്മാരൊട്ടിಗೆ മുഖാലഖത്ത് ഞങ്ങൾ ഒരു നല്ല രീതിയിൽ ഞങ്ങളൊട്ടിಗೆ പെരുമാറുന്നു, അഖ്ലാഖിയായിട്ട് രീതിയിൽ ഞങ്ങൾ പെരുമാറും ചെന്നിട്ട് ഈ ഹദീസിൽ കിട്ടുന്ന നമുക്ക് നാലാമത്തെ ഒരു ഫായിദ അത് നമുക്ക് മനസ്സിലായി. ഖാലിഖിൻ നാസി ബി ഖുലുഖിൻ ഹസൻ ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദത്തിൽ നമുക്ക് ഇത് കിട്ടിയ ഈ ഫായിദ. പിന്നെ ഈ ഭാഗത്തിൽ ഒരു മസ്അല ഒരു ചോദ്യം, അതായത് എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ ഹുസ്നുൽ ഖുൽഖ് പാലിക്കണം അല്ല, ചില അവസ്ഥ വേണ്ടി ഞങ്ങൾ അവിടെ ശിദ്ദത്ത് കാട്ടണം, ഞങ്ങൾ ചിലപ്പോൾ അർസ കാട്ടണമായിട്ട് വരും ചില അവസ്ഥയിൽ ചില സന്ദർഭത്തിൽ. അപ്പോൾ ഏതായിരിക്കും ബെറ്റർ? ഇനി ഞങ്ങൾ അവിടെ അർസ കാട്ടിയിട്ടുണ്ടെങ്കിൽ ചില ശിദ്ദത്ത് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചെന്ന് ഖാലിഖിൻ നാസി ബി ഖുലുഖിൻ ഹസൻ ഈ ഹദീസ് എതിരാവാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് വിരുദ്ധമായിട്ട് തീരുക ചെന്ന് ഒരു ചോദ്യം വരും. അവിടെ മനസ്സിലാക്കുള്ളത് ഇല്ല മസ്ലഹത്ത് ലികുല്ലി മക്കാനിൻ മഖാം, അതായിരിക്കും പണ്ഡിതന്മാർക്ക് നമുക്ക് ചെന്നത് ലികുല്ലി മഖാമിൻ മഖാലൻ, അതായത് എല്ലാ അവസ്ഥയിലും എല്ലാ ജാഗയിൽ അയക്കുള്ളതായ പദം അത് അയക്കുള്ളതായ പൽക്കൊണ്ട്
എവിടെ എങ്ങനെ പൽക്കുക, ഏത് അവസ്ഥ അനുസരിച്ചിട്ട് പരിഗണിച്ചിട്ടായിരിക്കും ഞങ്ങൾ അവിടെ പൽക്കയറും. ഇപ്പോൾ ഉദാഹരണത്തിന് ചില അവസ്ഥയിൽ ഞങ്ങൾ ശുദ്ധത്ത് അർസ കാട്ടനായിട്ട് വരും, അത് മക്കൾ ടാങ്ക് ബില്ല് കണ്ടിട്ട് ആർട്ടു ചില അവസ്ഥ വരും. അപ്പോൾ ഞങ്ങൾ അവിടെ എന്താക്കുമല്ലോ വെച്ചാൽ അവിടെ അർസത്തായിരിക്കും ഞങ്ങൾ പരിഗണിക്കുമല്ലോ, മസ്ലഹത്തായിട്ടായിരിക്കും. അല്ലെങ്കിൽ മസ്ലഹത്ത് അതല്ല, ആൾമാട്ട് നല്ല രീതിയിൽ പെരുമാറാതായിരിക്കും മസ്ലഹത്ത്, മക്കളുടെ നല്ല രീതിയിൽ ചിരിക്കളിക്കാതായിരിക്കും മസ്ലഹത്ത് ഉണ്ടാവത്തു, അവിടെ ഞങ്ങൾ യൂസ് ആക്കുമല്ലോ അത് ഹുസ്നുൽ ഖുൽഖായിരിക്കും. ഇനി ജെൻഡ് വിഷയമല്ല, ഇപ്പോൾ ഞങ്ങളുടെ ജെൻഡ് ഓപ്ഷൻ ഉണ്ട്, ജെൻഡ് വിഷയത്തിൽ ഞങ്ങൾക്ക് ഫായ്ദ ഉണ്ട്. മാത്രമല്ല ഞങ്ങൾ അവിടെ പ്രിഫർ ആക്കുമല്ലോ അത് ഹുസ്നുൽ ഖുൽഖായിരിക്കും. അവിടെ ശുദ്ധത്തിൽ മസ്ലഹത്ത് ഇല്ലാണ്ടാമത്തു, ശുദ്ധത്തിൽ ആവശ്യം ഇല്ലാണ്ടാമത്തു അർസ കാട്ടത് ഞങ്ങൾ അവിടെ ഞങ്ങൾ യൂസ് ആക്കുള്ളത് ലീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവമായിട്ട് സോഫ്റ്റ് ആയിട്ട് ആൾമാരായിട്ട് നല്ല രീതി പെരുമാറത്. ಇದಕ್ಕೆ ಎಲ್ಲದಕ್ಕೂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಜೀವ ಚರಿಯಟಿಗೆ ನಂಗೆ ಕೂಲದ ಮಾದರ್ಗಂ ಐಕುಲ ದಲೀಲ್ ಇದ್ರ ಮುಂದೆ ನಮ್ಮ ಮನಸ್ಸಾಕಿ ನಬಿ ಸಲ್ಲ ಸಿದ್ಧದ ಕಾಟೋ ಚಿಂತನೆ ನಂಗೆ ಚೆನ್ನ ಅದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹಯಾತ್ ಲಂಕಾನ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ചില ಜಾಗದಲ್ಲಿ ಅರ್ಸ ಕಾಟಿದುಂಡು, ಅದು ಕಾಟೋ ನಂಗೆ ಕಾಟಿ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಮಸ್ಲಹತ್ತಿಂದ അവിടെ കാട്ടിയത്. അപ്പോൾ അത് ಐಟಿಗೆ ನಂಗೆ ಕೂಲ ದಲೀಲ್. അപ്പോൾ ഇതെല്ലാം വിഷയമായിട്ട് ഇന്നത്തെ ഈ ക്ലാസ്സിലും ഈ എപ്പിസോഡിലെല്ലാം മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിച്ചದ ಈ ಹದೀസും ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಹದೀസും ഞങ്ങളുടെ ജീവിതത്തിക്ക് കോന്ത് അത് ഞങ്ങളുടെ ലൈഫ് ഇംപ്ലിമെൻ്റ് ആക്കുകയും അത് ആ ഹദീസ് കൊണ്ടിട്ടും ഞങ്ങളുടെ ജീവൻ നല്ലാക്കുകയും അത് പ്രവർത്തിക്കുകയും ആഖിറത്തിൽ സ്വർഗ്ഗ നേടുകയുള്ളതായ അവസ്ഥ നമുക്ക് തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.